യോസേഫിന്റെ സാക്ഷ്യം, അബ്രഹാമിന്റെ സാക്ഷ്യം, രൂത്തിന്റെ സാക്ഷ്യം, ഏലിശയുടെ സാക്ഷ്യം പോലെ ദൈവ മക്കൾ നടക്കുന്നത് കണ്ടാൽ ഒരു ഐശ്വര്യം വേണം. നിന്റെ മുഖത്ത് നോക്കിയ ഒരു ഐശ്വര്യം വേണം. അറിയാമോ, മുഖത്ത് ഷേവ് ചെയ്തേച്ച് പകുതി ഷേവ് ചെയ്തേച്ച് പകുതി ഇട്ടേക്കുക. എവിടുന്ന ഈ പകുതി ഷേവിങ് വന്നത്? 2 ശമൂവേൽ 10-ാം അധ്യായം 4-ഉം 5-ഉം ഫ്രഞ്ച് കട്ടിങ്, മുറുകി ടട്ടിങ്. ഇതിന്റെ എവിടെ വന്നെന്ന് നോക്കിയ 2 ശമൂവേൽ 10-ന്റെ 4-ഉം 5-ഉം നോക്കിയേ. 2 ശമൂവേൽ 10-ാം അധ്യായം. അപ്പോൾ ഹാനൂൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടിയെ പാതി ചരപ്പിച്ച് ഇങ്ങനെ കൊണ്ട് ഇവിടെ ചരയ്ക്കും താടി ചരപ്പിച്ചു, പകുതി ചരപ്പിച്ച് ഫുൾ ഷേവ് ചെയ്യാതെ. പിന്നെ അവരുടെ അങ്കികളെ നടുവിൽ ആസനമരം മുറിപ്പിച്ച് അവരെ അയച്ചു. ഇത് ദാവീദ് കേട്ടപ്പോ എന്തോ പറഞ്ഞു? ദാവീദ് രാജാവ് ഇതറിഞ്ഞപ്പോൾ ആ പുരുഷന്മാർ ഏറ്റവും ലജ്ജിച്ചിരുന്നതുകൊണ്ട്, ഏറ്റവും നാണം കെട്ടുന്നതുകൊണ്ട് അവരുടെ അടുക്കൽ ആളയച്ചു. നിങ്ങളുടെ താടി വളരും വരെ, നിങ്ങളുടെ താടി ശരിക്കും വളരുന്നത് വരെ യെരിഹോവിൽ താമസിക്കും. അയ്യോ, പുറത്തിറങ്ങല്ലേ, അപമാനമാണ്. ആമേൻ. ദാവീദ് രാജാവ് അമ്മോൻ രാജാവിന്റെ മരണശേഷം മോന്റെ അടുക്കലോട്ട് ആളയച്ചതാ. നിന്റെ അപ്പൻ ജീവനോടിരുന്നപ്പോഴേ ഞങ്ങൾ മിത്രങ്ങളായിരുന്നു. അപ്പൻ മരിച്ചെങ്കിൽ നമുക്ക് ലെറ്റ് us go continue in fellowship. അങ്ങനെ പോയി. അപ്പോഴവനെ തെറ്റിദ്ധരിച്ചിട്ട് ഭൃത്യന്മാരോട്ട് പിടിച്ച് കുനിഞ്ഞു നിർത്തി പകുതി ചരപ്പിച്ചു വിട്ടു. ഇതിന്ന് അന്ന് അപമാനമായിരുന്നു, ഇന്ന് അഭിമാനമാണ്. എന്റെ യുവാവേ, ലേവ്യ 19:27 വായിച്ചു നോക്കണം. നീ താടിയുടെ അറ്റം വിരൂപമാക്കരുത്. ഇങ്ങനെ കട്ട് ചെയ്ത് വിരൂപമാക്കി കൊണ്ടുവരുന്ന അതേ മുറുകി തട്ടി കോഴി കാഷ്ടം പോലെ ആക്കിയിട്ട് ഒന്നിന്റെ വിരൂപമാക്കുന്നത് പെന്തക്കോസ്ത് യുവാക്കന്മാർക്ക് ചേർന്നതല്ല. അവർ പിട പറയട്ടെ. നാം പരദേശികൾ, പ്രവാസികൾ ആകയാൽ മുഖത്ത് നോക്കിയാൽ ഒരു ഐശ്വര്യം വേണം. ദൈവത്തിന് സ്തോത്രം. ആകയാൽ നോക്കൂ, ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ പറഞ്ഞത് എന്തുവാ? മോശ കുഞ്ഞിനെ കണ്ടപ്പോൾ ഇത് എബ്രായ പൈതങ്ങളിൽ ഒന്ന്. നിന്റെ കുഞ്ഞിനെ കാണുമ്പോൾ ജനം പറയട്ടെ, എബ്രായ പൈതങ്ങളിൽ ഒന്ന്. പശയും കീലും തേച്ചത് കൊച്ചിന്റെ ദേഹത്തല്ല, പെട്ടിയുടെ ദേഹത്താണ്. പെട്ടിക്കടിക്കേണ്ടത് പെട്ടിക്കടിക്കണം, കുട്ടിക്കടിക്കേണ്ടത് ദൈവം അടിച്ചു വിട്ടിട്ടുണ്ട്. മനസ്സിലാക്കിയവർക്ക് ദൈവത്തിന് സ്തോത്രം. പെട്ടിക്കടിക്കേണ്ടത് കുട്ടിക്കടിച്ച് കൂട്ടിക്കുറയ്ക്കരുത്. മനസ്സിലായോ? പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം ഐസയ 3:16 എന്ന് വായിക്കൂ. 3:16. യഹോവ പിന്നെയും അരുളി ചെയ്തതെന്നാൽ സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്തു നീട്ടി ഏറുകണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിലെ അപ്പച്ചൻ പുത്രിമാരുടെ നടപ്പും കൂടെ ശ്രദ്ധിക്കുന്നവനാന്ന് ഓർക്കണം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ സിയോൻ കി ബേട്ടിയാം घमंड के साथ सुरुंजा करते हुए आंखें मटकाते हुए घुंघरूओं को चमचमाते हुए ठुमक 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 चलते हैं. ഒരു പാക്കറ്റിൽ 3 സാധനം വരുക. 1 നികളം, 2 ഏറുകണ്ണ്, 3 കഴുത്ത് നീട്ടുക. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് കോഴി മുട്ടയിട്ട് വെച്ച് നീട്ടുമല്ലോ, ഞാൻ മുട്ടയിട്ട് എന്ന് പറയാം. പിന്നെ വിചാരിച്ചത് പൂവൻകോഴി നേരം നീട്ടുമല്ലോ, പൂവൻകോഴി. പക്ഷെ ഒത്തിരി പുസ്തകം വായിച്ച് റിസർച്ച് ചെയ്തു ഈ കഴുത്ത് നീട്ടുന്ന. പിന്നെ മനസ്സിലായത് പറഞ്ഞു തരട്ടെ. ആമേൻ. ബ്ലൗസിന്റെയും ചുരിദാറിന്റെ കഴുത്തിന്റെ ഇറക്കം താഴോട്ട് താഴുമ്പം കഴുത്ത് നീണ്ടു വരും മക്കളെ. നേരത്തെ തന്നെ നീട്ടിയാൽ അതിനോട് വിട പറഞ്ഞവർക്കായി ഇത് ബാബേൽ പുത്രിമാർക്ക് കൊള്ളാം, മിസ്രയീം പുത്രിമാർക്ക് കൊള്ളാം, സോദോം പുത്രിമാർക്ക് കൊള്ളാം. നീ സിയോന്റെ പുത്രിയാണ്, സിയോന്റെ പുത്രിമാർ. ഏതാനും ചില വിവാഹ ശുശ്രൂഷകളിൽ ഞാൻ അമേരിക്കയെ സഞ്ചരിച്ചു വിറച്ചുപോയി. എഴുതപ്പെടാത്ത ചില നിയമങ്ങളുണ്ട് അമേരിക്കയിൽ. എന്തെന്നറിയാമോ? കല്യാണം നടക്കുമ്പോൾ ബ്രൈഡ് ഗ്രൂം വരുമ്പോൾ ആരും എഴുന്നേക്കണ്ട, കുനിഞ്ഞിരുന്നാൽ മതി. കാരണം അവൻ ഡ്രസ് ചെയ്താ വരുന്നത്. എന്നാൽ ബ്രൈഡ് വരുമ്പോൾ ബ്രൈഡൽ എല്ലാവരും എഴുന്നേക്കാൻ പറയും. കാരണം എന്നാ 25% ക്ലോത്തേ ദേഹത്തുള്ളൂ, 75% മൂടുപടം ഇങ്ങനെ എഴയുക തറ തുടയ്ക്കാൻ. അത് കാണാൻ രസമല്ലേ? അതുകൊണ്ട് ബ്രൈഡൽ മാർച്ചേ ഉള്ള അവിടെ, ബ്രൈഡ് ഗ്രൂം മാർച്ചില്ല. ബ്രൈഡൽ മാർച്ച് എഴുതേക്കണം. തുണിയില്ലല്ല, 5 ബ്ലൗസ് തയ്പ്പിക്കാനുള്ള തുണി നിലത്തോടെ എഴയുക. അതിലൊന്നുമില്ല. കാരണം എന്താ? ടോപ്പ്ലെസ്, സൈഡ്ലെസ്, ബാക്ക്ലെസ്, വയർലെസ്, അൾട്ടിമേറ്റ്ലി മാർവലസ്. മാത്രമല്ല പേരന്റ്സ് ആർ ഹെൽപ്ലെസ്, ചിൽഡ്രൻ ആർ ഹോപ്പ്ലെസ്. എല്ലാം ലെസ്സായി പോയി. സിയോൻ പുത്രിമാരെ, നിങ്ങൾക്കത് യോഗ്യമല്ല. വചനപ്രകാരം വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ ജാതികളോട് ഇടകലരുത്. കനാന്യ സ്ത്രീ കരഞ്ഞതുപോലെ കരയാൻ അമ്മമാര് വരണം. എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായി പോയി. നാഥ,
കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി അമേരിക്കയിൽ പോയത്. പക്ഷെ ഭൂതോപദ്രവം കഠിനമായി. കരയുന്ന മാതാപിതാക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിലവിളി നിർത്തരുത്. നമ്മുടെ തലമുറ മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ. നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് വിളിക്കും തോറും അവിടെ ഇടയിൽ നടപ്പ് നന്നായിരിക്കണം. ക്രിസ്തുവത്രേ നമ്മുടെ നായകൻ, അവനത്രേ പ്രകാശം വരുത്തുന്ന നക്ഷത്രം, അവനത്രേ പാപത്തിന്റെ കറ നീക്കുന്ന ഉയർത്തപ്പെട്ട താമ്ര സർപ്പം. അവനെ അംഗീകരിപ്പീൻ, അവനിൽ അധിവസിപ്പീൻ, അവനെ അനുസരിപ്പീൻ, അവനെ അംഗീകരിപ്പീൻ.